അത്ര ഈസിയാണോ കിച്ചണിലെ ഷെഫായിട്ടുള്ള ജോലി? അല്ല, അത്ര ഈസി അല്ല. ഞാൻ വല്ലപ്പോഴും കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. അതും വെജ് കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് അറിയുള്ളൂ. പിന്നെ മീൻ കൂട്ടാൻ വയ്ക്കും നല്ലോണം, അങ്ങനെയൊക്കെ. നമ്മളിപ്പോൾ സദ്യ എങ്ങനെയാണ്? കൊല്ലം സ്റ്റൈൽ സദ്യയാണോ അതോ? കൊല്ലം സ്റ്റൈൽ സദ്യ എല്ലാവർക്കും അത് കൊടുത്തു കഴിഞ്ഞാൽ, കാരണം മലബാറിലൊക്കെ പായസം കഴിഞ്ഞാൽ സദ്യ കഴിഞ്ഞു എന്നാണ് അർത്ഥം. നമ്മുടെ പായസം കഴിഞ്ഞാൽ സദ്യ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. പിന്നാണ് അല്ല, ആദ്യം പരിപ്പും നെയ്യും പപ്പടം കൂട്ടി കഴിക്കുക, സെക്കൻഡ് കോഴ്സ് സാമ്പാറും ചോറും കൂട്ടി കഴിക്കുക, പിന്നെ അടപ്രഥമൻ, പിന്നീട് പാലടപ്രഥമൻ, അങ്ങനെ മൂന്നാമത്തെ പഴംപ്രഥമൻ വന്നതിന് ശേഷം പിന്നീട് ചോറും പുളിശ്ശേരിയും, പിന്നീട് ചോറും രസവും, അത് കഴിഞ്ഞിട്ട് പച്ചമോരും നാരങ്ങയും കൂട്ടി കഴിച്ച് തീർക്കുന്നതാണ് സദ്യ. അതെ, ഈ പരിപ്പിൽ തന്നെ പലയിടത്തും വ്യത്യാസം ഉണ്ടല്ലോ. ഞങ്ങൾ തൃശ്ശൂർ ഭാഗത്ത് അല്ലെങ്കിൽ മലപ്പുറം ഭാഗത്തേക്കൊക്കെ ആണെങ്കിൽ പരിപ്പ് ഒരിത്തിരി പരിപ്പും നെയ്യും അതിലാ തുടങ്ങാം. പക്ഷേ തിരുവനന്തപുരം തെക്കോട്ട് ഭാഗത്തേക്ക് പോകുമ്പോഴേ പരിപ്പ് കറിയാണ് അല്ലേ, അങ്ങനെയാണ് തുടങ്ങുന്നത്. അതായത് പരിപ്പ് മലബാർ തൃശ്ശൂർ തൊട്ട് അങ്ങോട്ട് അതൊരു തൊടുകറിയായിട്ടാണ് ഇലയിൽ വിളമ്പാണ്. നമുക്ക് അങ്ങനെയല്ല, ചോറിനകത്ത് ഫസ്റ്റ് കോഴ്സാണത്. ചോറിനകത്ത് ആളിരുന്നതിന് ശേഷം ചൂട് പരിപ്പ്, നെയ്യും പപ്പടവും കൂട്ടി 4 ഉരുള കഴിക്കുന്നതാണ് നിർബന്ധം. ആ 4 ഉരുള കഴിച്ച് ബാക്കി വരുന്ന ചോറിന് സാമ്പാർ കഴിച്ചിട്ട് അത് മാറ്റി വെച്ചിട്ട് അടപ്രഥമനും പഴവും പപ്പടവും കൂട്ടി കഴിച്ച് പിന്നീട് പാലടപ്രഥമനും ബോളിയും കൂടെ ഉടച്ച് പിന്നീട് പരിപ്പ് പായസം കൂടെ കുടിച്ചിട്ട് ചോറും കാളനും ചോറും പുളിശ്ശേ രസം. ഞങ്ങൾക്ക് കാളൻ നിർബന്ധമാണ്, പക്ഷെ ഇവിടെ കുറച്ചുകൂടെ ഹെവിയാണ്. തെക്കോട്ട് സദ്യ കുറച്ചുകൂടെ ഹെവിയാണ്. സദ്യക്ക് എന്താ പറയുക, സദ്യക്കാണ് ഇപ്പോൾ ഡിമാൻഡ്. ഇപ്പോൾ ഓണമായിട്ട് തീർച്ചയായിട്ടും മലയാളികൾക്ക് സദ്യ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഇലയ്ക്കകത്ത് ഇത്രയും വിഭവങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള സദ്യയുടെ വരും നമുക്കത് പോവാം. ഇപ്പം സദ്യക്കായിരിക്കുമല്ലോ ഇപ്പോൾ കൂടുതൽ ഡിമാൻഡ് അല്ലേ, ഓണായതുകൊണ്ട്. ഇപ്പോൾ ഇവിടെ വെജിറ്റേറിയൻ ഭക്ഷണമാണ്, തൃശ്ശൂർ വരെയും വെജിറ്റേറിയൻ ഭക്ഷണം. അങ്ങോട്ട് കോഴിക്കോട് നിന്ന് അങ്ങോട്ട് പോകുമ്പോഴേക്കും മീൻ വേണം, ചിക്കൻ വേണം, ഇലയിലെല്ലാം കൊണ്ട് വെക്കും. അപ്പം നിങ്ങളുടെ സദ്യ സങ്കല്പത്തിൽ അത് വരുന്നുണ്ടോ? നമ്മുടെ സദ്യ സങ്കല്പത്തിലുണ്ട്. കാരണം അത് ഓരോ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഓരോ നാടിൻ്റെ രുചിയാണ്. ഓരോ നാട്ടിനും അതിൻ്റെതായ ലോക്കലായിട്ടുള്ള ഇൻഫ്ലുവൻസ് വെച്ചിട്ടാണ് സദ്യയൊക്കെ വരിക. അപ്പോൾ അതിനകത്ത് മീൻ മലബാറിലേക്ക് പോയാൽ ഒരു ഐക്കൂറ പൊരിച്ചത് അവർക്ക് നിർബന്ധമാണ്, ഓണമായാലും വിഷുവായാലും. അത് നമ്മൾ അംഗീകരിക്കണം. തെക്കോട്ട് പോയി കഴിഞ്ഞാൽ അന്ന് മീനെന്ന് പറഞ്ഞാൽ അവർക്ക് ഇത് വലിയ സംഭവമാണ്. അപ്പോൾ ഓരോ ആൾക്കാർ എവിടെ ജനിച്ചു വളർന്നു അവരുടെ രീതിക്കനുസരിച്ചിട്ട് നമ്മൾ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ റെസ്പെക്റ്റ് ചെയ്യുക, അതാണ്.